ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി മീഡിയ വൺ എന്ന് പറയുന്ന ചാനലിൽ ദാവൂദ് എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് ഇരുന്ന് നടത്തുന്ന ചർച്ചകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഈ ചർച്ച നിങ്ങൾ വേറെ ഒരു ചാനലിലാണ് പോയി നടത്തുന്നെങ്കിൽ എന്ത് ന്യായം പറയും വസീഫെ? എന്ത് ന്യായം പറയും? നിങ്ങൾ അല്പം മനോരമ ന്യൂസിലാണെന്ന് വിചാരിക്കുക. അവിടെ പോയി നിങ്ങൾ ആരെ പറയും? ചർച്ചയിലും ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട് നിഷാദേ. ഇവിടെ വന്ന് എന്റെ ചോദ്യം CM നയിക്കുന്നത് ഒരു ഏജൻസിയാണ് എന്ന വിവരം ഒരു വളരെ ഓതന്റിക് ആയിട്ടുള്ള പത്രം ദേശീയ ദിനപത്രം പറഞ്ഞിട്ട് ആ പത്രത്തോട് ഒരു വാക്ക് ചോദിക്കാൻ നിങ്ങൾക്ക് ധൈര്യമില്ല. നിങ്ങൾക്കും ഈ ഇസ്ലാമിക്കുമൊക്കെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഹിന്ദുവിനോട് ചോദിക്കുന്നുണ്ടോ ഈ ചോദ്യം പറയാമെന്നാണോ? മാധ്യമത്തെ മാധ്യമത്തിന്റെ ഈ ഹിന്ദു ദിനപത്രത്തെ പറയാൻ കണ്ടാൽ ഈ കേരളത്തിലെ ഒരു മതനിരപേക്ഷ വിശ്വാസി എന്നുള്ള നിലക്ക് അതിന് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയനെതിരെ കുറിച്ച് പറയുമ്പോ നിങ്ങൾക്ക് പൊള്ളുന്നു. ഈ മാധ്യമമാണ് മാധ്യമത്തെക്കുറിച്ചും മീഡിയാവിനെ കുറിച്ചും താങ്കൾക്ക് പരാതിയുണ്ട്. മാധ്യമത്തെക്കുറിച്ചും മീഡിയാവിനെ കുറിച്ചും താങ്കൾക്ക് പരാതിയുണ്ട്. താങ്കൾക്ക് ഹിന്ദുവിനെ കുറിച്ചുണ്ടോ? രാജുചേട്ടന്റെ മുന്നണിയിൽപ്പെട്ട ഹിന്ദുവിനെ കുറിച്ചുണ്ടോ പരാതി? അറിയോ? MK മുനീർ നടത്തിയ പ്രസംഗം ഹിന്ദുവിനെ കുറിച്ച് പരാതിയുണ്ടോ? ഹിന്ദുവിനെ കുറിച്ച് പരാതിയുണ്ടോ വസീഫെ? സംസ്ഥാന പ്രസിഡന്റിന് ഈ സർക്കാരിനെ കുറിച്ച് ഹിന്ദു ദിനപത്രം നുണ പ്രചരിപ്പിക്കുന്നു എന്ന് പറയാൻ ധൈര്യമില്ല. മറ്റു മാധ്യമമൊക്കെ പോകട്ടെ, നിങ്ങൾ ഈ RSSനെ കുറിച്ച് പറയുമ്പോ ഇതിനെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല നിഷാദേ. നിങ്ങൾ ചോദിക്കുന്ന CM ഓഫീസുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് എന്റെ കയ്യിൽ ഉത്തരവില്ല. എന്റെ കയ്യിൽ ഉത്തരവില്ല എന്ന് സമ്മതിക്കണം വസീഫ. നമ്മളൊരു ചർച്ച നടത്തുന്ന ആ ചർച്ചയ്ക്ക് ഒരു ടൈറ്റിൽ ഉണ്ട്. നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ പറയാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വാർത്താ സമ്മേളനം വിളിക്കാം. നിങ്ങൾക്കൊരു വാർത്താ സമ്മേളനം വിളിക്കാം. ഇത് ഈ പോയിന്റ് പറയാൻ താങ്കൾക്ക് സമയം തരാം. പക്ഷെ ഇത് പറയണം. ആഗ്രഹിക്കുന്ന ഉത്തരം എന്റെ കയ്യിൽ ഉണ്ടാവില്ല. വേണ്ട. പക്ഷെ ചോദ്യം ഇതാണ്. താങ്കൾക്ക് മീഡിയാവിനെ കുറിച്ച് പ്രശ്നമുണ്ട്. മീഡിയാവിനെ കുറിച്ച് പ്രശ്നമുണ്ട്. ഇപ്പൊ മുസ്ലിം ലീഗിനെയും കൂട്ടുപിടിച്ച ഇങ്ങ് മലബാർ പ്രദേശത്ത്, ഈ വടക്കൻ കേരളം പ്രദേശത്ത് UDFനെയും കൂട്ടുപിടിച്ചുണ്ടാക്കുന്ന ഒരു വല്ലാത്ത ധ്രുവീകരണ ശ്രമമുണ്ട്. അതിനൊക്കെ ഇതിന്റെ പിന്നിൽ പങ്കുണ്ട്. നിങ്ങൾ ഈ വല്ലാത്ത സംശയം ജനിപ്പിച്ച് വല്ലാത്ത ഒരു ആശങ്ക സൃഷ്ടിച്ച് പോകുന്ന കാഴ്ചയുള്ളത്. എന്റെ കയ്യിൽ മറ്റൊരു കണക്ക് കൂടിയുണ്ട്. അത് നിങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പടച്ചുവിടുന്ന കണക്കാ. ആ കണക്കെന്താ? ആ കണക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേസുള്ളത് മലപ്പുറം ജില്ലയിലാണ്. അത് ബോധപൂർവമായി എടുത്ത കേസാണ് എന്ന് പറഞ്ഞുള്ള കണക്കാ. അതുകൂടി നിഷാദൊന്ന് കേൾക്കണം. അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങളത് പരിശോധിച്ചു, അതിന്റെ ഒരു കണക്കെടുത്തു. സത്യത്തിൽ അങ്ങനെയല്ല. 6,58,595 കേസുകൾ രജിസ്റ്റർ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ കേസ് രജിസ്റ്റർ ചെയ്തത് മലപ്പുറത്തല്ല. ഔദ്യോഗികമായ കണക്ക് ഞാൻ എടുത്തു ഇന്ന്. അതിനകത്ത് നോക്കുമ്പോ മലപ്പുറത്ത് 2022 സുമോട്ടോ കേസുകൾ 20,900 ഉള്ളത്. എന്നാൽ കോട്ടയത്ത് 48,902 കേസുകളുണ്ട്. പക്ഷെ ഇവിടെ പ്രചരിപ്പിക്കുന്നതും നിങ്ങളൊക്കെ കൊടുക്കുന്ന നരേഷൻ വെച്ച് അല്ലെങ്കിൽ ചെറിയ ക്ലിപ്പുകൾ വെച്ച് ഈ നാട്ടിലാകെ പ്രചരിപ്പിക്കുന്നതും ഈ മലപ്പുറത്ത് എന്തോ പ്രത്യേക അജണ്ടയോടുകൂടി പോലീസ് ഇടപെടുന്നു എന്നുള്ള രീതിയിലാണ്. സ്വാഭാവികമായിട്ടും